പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ഒരു വിഷയവും ഒഴിവാക്കരുത്. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കാം ലളിതമായ ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ സയൻസും ഒഴിവാക്കരുത്. കെമിസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്ന ഒരു വിഭാഗമാണ്. ഏറ്റവും ലളിതമായി പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ഭാഗവുമാണ്. ഞാൻ പറയുമ്പോൾ പേടിക്കേണ്ട. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ കാണുക. നിങ്ങൾക്കത് സുഖമായി കിട്ടും. ആവർത്തന പട്ടിക നമുക്കിന്ന് ലളിതമായി പഠിച്ചെടുക്കാം. പ്രതീക്ഷിക്കാവുന്ന ലളിതമായ ചോദ്യങ്ങൾ മാത്രം, ആവർത്തിച്ചു വന്നവ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോയ്സുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ കുട്ടികളുടെ ശ്രദ്ധയ്ക്കാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 20,000-ലധികം ഒഴിവുകളാണ് 2025 വരാൻ പോകുന്നത്. 20,000-ലധികം ഒഴിവുകൾ വിവിധ തസ്തികകളിൽ ഒക്കെ 10th ലെവൽ എക്സാമിൻ്റെതാണ് ഞാൻ പറയുന്നത്. ആ 10th ലെവൽ എക്സാമിൻ്റെ വിവിധ തസ്തികകളിലേക്കുള്ള ഒരൊറ്റ മാസ്റ്റർ ക്ലാസ്സായി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഡെയിലി വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡെയിലി ആ വീഡിയോ ക്ലാസ്സുകൾക്ക് അടിസ്ഥാനത്തിൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. PDF നോട്ട്സ് ഉണ്ടായിരിക്കും. PSC അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നടക്കുന്നത് ക്രാഷ് കോഴ്സാണ്. 10th പ്രിലിംസിനുള്ള ക്രാഷ് കോഴ്സാണ് നടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഹോട്ട് ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എക്സാമുകളോടനുബന്ധിച്ച് ക്രാഷ് കോഴ്സുകൾ. അതുകൂടാതെ ഒരു വിഷയം ആഴത്തിൽ പഠിക്കാൻ ഇത്തരത്തിലുള്ള മറ്റു ചില ഹോട്ട് ടോപ്പിക്കുകൾ ആഴത്തിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പഠിച്ചു തീർക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തരും, നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ഒരു ആഴ്ച 5 അല്ലെങ്കിൽ 7 14 ദിവസത്തിനിടയിൽ നമ്മളൊരു യൂട്യൂബ് ലൈവ് ക്ലാസ് നടത്തും. അതുവരെ PSC ചോദിച്ച ആ വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി. ഈ 2 എണ്ണത്തിലേക്കും ജോയിൻ ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആവർത്തന പട്ടികയാണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. സിമ്പിളായി നമുക്ക് ആവർത്തന പട്ടിക പഠിച്ചെടുക്കാം. ഇപ്പം പേര് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ന്യൂ ലാൻഡ്സ് ആണ്. നമുക്ക് ആവർത്തന പട്ടികയിലേക്ക് പോകാം, എന്നിട്ട് ന്യൂ ലാൻഡ്സിലേക്ക് പോകാം. ഓക്കെ, ന്യൂ ലാൻഡ്സ് ആണ്. എന്താണ് ആവർത്തന പട്ടികയുടെ തുടക്കം? നിങ്ങൾ അടുക്കളയിലൊക്കെ സാധനങ്ങൾ ക്രമീകരിക്കാനില്ലേ? സ്പൂൺ ഒരു ഭാഗത്ത്, പാത്രങ്ങൾ ഒരു ഭാഗത്ത്, ഗ്ലാസ് ഒരു ഭാഗത്ത്, നിങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ ഒരു ഭാഗത്ത്, പച്ചക്കറി ഒരു ഭാഗത്ത്. ഇങ്ങനെ മൂലകങ്ങളെ, അറിയപ്പെടുന്ന മൂലകങ്ങളെ വർഗീകരിക്കാനുള്ളൊരു ശ്രമം അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ആവർത്തന പട്ടികയിലേക്ക് ചെന്നെത്തുന്നത്. അങ്ങനെ ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ക്രമീകരണം നടത്തുന്നത്. ലോഹങ്ങളും അലോഹങ്ങളും എന്ന് ക്രമീകരിച്ച ആളെ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. ലോഹത്തിൽ ലാ ഉണ്ട്. ലോഹത്തിൽ എന്തുണ്ട്? ലാ ഉണ്ട്. ആ ലാ ആളുടെ പേരിലുമുണ്ട്, ലാവോ സിയർ. ഓക്കെ, നിങ്ങൾ ഓർക്കുക, ലാവോ സിയർ. ലാവോ സിയറെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ലാവ സിയർ. ലാവോ ആണ്, ഞാൻ ലാവ എന്നാക്കി മാറ്റി. അപ്പം ലാവോ സിയറിനെ ലാവ വെച്ചോർക്കുക. ലാവയിൽ ലോഹമുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താ? ലാവ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്നതാണ്. അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ലാവ നല്ല ചൂടുണ്ടാവും, ഇങ്ങനെ കത്തുന്നുണ്ടാവും, ജ്വലിക്കും. ലാവയിൽ ജ്വലനമുണ്ട്. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയത് ലാവോസിയറാണ്. സിമ്പിൾ അല്ലേ? അങ്ങനെ ജ്വലിക്കുന്ന ഒരു സാധനത്തെ കെടുത്താൻ വെള്ളം വേണം അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാറ്റിനും കെടുത്താൻ വെള്ളം പറ്റില്ല, വെള്ളം വേണം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയത് ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ. ഇതൊക്കെ കണ്ടുപിടിച്ചോണ്ട് യെസ്. അപ്പോ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ലാവോസിയർ, ലാ ലോഹം അലോഹം. ലാവയിൽ ജ്വലനമുണ്ട്. ജ്വലനത്തിന് ഓക്സിജൻ. ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയത് ലാവോസിയർ. ജ്വലിക്കുന്ന സാധനത്തെ കെടുത്താൻ വെള്ളം വേണം. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പേര് കണ്ടെത്തിയത് ലാവോസിയർ. ഫിക്സ് അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോയിക്കൂടെ? പക്ഷേ ഇയാൾക്ക് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിക്കാൻ പറ്റി. പക്ഷെ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നവയ്ക്ക് പേരാണ് ഉപലോഹങ്ങൾ. രണ്ടിൻ്റെയും, ലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കും, അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കും. ഉപലോഹങ്ങളുടെ ശരിയായ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അത് അതിൻ്റെ ഒരു പോരായ്മയായിരുന്നു. അപ്പോൾ മൂലക വർഗീകരണത്തിൻ്റെ ആദ്യ ശ്രമങ്ങൾ അന്റോയിൻ ലാവോസിയെ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ക്ലിയർ ആണല്ലോ? എന്നാൽ ഉപലോഹങ്ങളുടെ ശരിയായ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തി.
ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകി. വരുന്നു അടുത്തത്. അടുത്ത ആള് വരികയാണ്. അടുത്ത ആള് ആരാണ്? അടുത്ത ആള് മറ്റാരുമല്ല. അതിന്റെ പേര് നമുക്ക് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. ഡൊബൈനർ. ഡൊബറൈനറിനെ ഞാൻ ഡൊബൈനർ എന്ന് വിളിക്കുകയാണ്. ഡൊബറൈനറാണ്. നമ്മൾ ഒന്നാക്കി മാറ്റി, ഡൊബൈനർ ആക്കി മാറ്റി. ഡൊബൈനറിൽ ഡോ ബൈ എന്നുണ്ടല്ലോ. ഡൊബൈനർ എന്തുണ്ട്? ഡൊബൈനറിൽ നിങ്ങൾക്ക് ഡോ എന്നില്ലേ, ബൈ എന്നില്ലേ? നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, 3 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി. വൈകുന്നേരം എന്നും നിങ്ങൾ വീട്ടിലേക്ക് പിരിയും. അപ്പൊ എല്ലാവരും പറയും ഡോ ബൈ. അതാണ് ഡൊബൈനർ. എത്ര പേരാ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്? 3 പേര്. ഇദ്ദേഹവും മൂലകങ്ങളെ 3 എണ്ണം വീതമാക്കി മാറ്റി, 3 എണ്ണമുള്ള ഗ്രൂപ്പാക്കി മാറ്റി. അതാണ് ത്രികങ്ങൾ. ഡോ ബൈനർ. എത്ര ആളുടെ ഗ്രൂപ്പ്? 3 ആളുടെ ഗ്രൂപ്പ്, ത്രികങ്ങൾ. ഓക്കെ. അപ്പോ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഡൊബൈനർ, ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ ഓർത്താലും ബൈക്കടുത്ത് 3 എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഇപ്പൊ ബൈ സൈക്കിൾ 2 ചക്രമുള്ളതുകൊണ്ടാണ്. ഓക്കെ. ബൈനോക്കുലർ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ബൈ 2. അപ്പോൾ 3, അതിന് 3 വന്നു, ത്രികങ്ങൾ. അങ്ങനെ ഓർത്തു വെച്ചാലും മതി, ഏതെങ്കിലും ഒരു രീതിയിൽ ഓർത്തു വെക്കുക. അങ്ങനെ ഈ ഗ്രൂപ്പുകൾക്ക് അദ്ദേഹം ത്രികങ്ങൾ എന്ന് പേരിട്ടു. എന്താ ത്രികങ്ങളുടെ അടിസ്ഥാനം? അറ്റോമിക മാസിന്റെ അടിസ്ഥാനമാണ്. അറ്റോമിക മാസ് എന്താണ്, അറ്റോമിക നമ്പർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് അതൊന്ന് പോയി കാണുക. ത്രികങ്ങളെ, മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. നോക്കൂ, പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ നിങ്ങൾ ആരോഹണത്തെ മാത്രം ഓർത്തു വെച്ചാൽ മതി. അവരോഹണം വരും, പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ആരോഹണത്തിലാണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ. ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക മാസിന്റെ ശരാശരിയായിരിക്കും. എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്? ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അദ്ദേഹം അതിനെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ നോക്കൂ, 7 കഴിഞ്ഞാൽ 23, 23 കഴിഞ്ഞാൽ 39, വലുതായി വലുതായി വരില്ലേ? അതാണ് ആരോഹണ ക്രമം. ഇനി 7ഉം 39ഉം കൂടിയും കൂട്ടിയാൽ 46, 46ന്റെ പകുതി 23. 7ഉം 39ന്റെയും ശരാശരി കാണാനാണ് 7ഉം 39ഉം കൂട്ടി നമ്മൾ 2 കൊണ്ട് ഹരിച്ചത്. അതാണല്ലോ ശരാശരി. അപ്പോ എന്താണ്? മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക മാസിന്റെ ശരാശരിയായിരിക്കും. അങ്ങനെ നിങ്ങൾ 3 ആളായി ഡോ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം വരെ പഠിച്ചു നിങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു താല്പര്യം തോന്നി, ഇനി എന്ത് ചെയ്യാം? ഒരു ദിവസം നമ്മുടെ നാട്ടിലെ പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി പഠിക്കാം. ഒരു ദിവസം അവിടേക്ക് ഒരു യാത്രയാവാം. അപ്പൊ അതിനൊരു വണ്ടിയൊക്കെ വിളിച്ചു പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ 3 ആളാവുമ്പോൾ കൂടുതൽ പൈസ കൂടും. അപ്പൊ നിങ്ങൾ 3നെ എന്താക്കി മാറ്റി? ഒരു 3ഉം മറ്റൊരു 3ഉം ചേർത്ത് 8 പേരാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾ 8 പേര് കൂടി പോവുകയാണ്. ആ 8 പേര് കൂടി പോകുമ്പോൾ നിങ്ങൾ ന്യൂ ലാൻഡിലേക്കാണ് പോകുന്നത്. 8 പേരായിട്ട് പോവുകയാണ്. 8 പേര് കൂടി നിങ്ങൾ 56 മൂലകങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഓരോ മൂലകത്തിന്റെയും സവിശേഷത, 7 മൂലകത്തിന്റെ സവിശേഷത ഓരോരുത്തരും പഠിക്കും. അപ്പൊ 8 7 56, 56 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അവിടെയും അറ്റോമിക മാസാണ്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമായ ഹൈഡ്രജനിൽ തുടങ്ങി തോറിയത്തിൽ അവസാനിച്ചു. ഇതാണ് അഷ്ടക നിയമത്തിലേക്ക് എത്തിയത്. എല്ലാ 8ാമത്തെ മൂലകത്തിനും ആദ്യത്തേതിന് സമാനമായ രാസഗുണമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇങ്ങനെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ 3 4 5 6 7 കഴിഞ്ഞിട്ട് 8ാമത്തേത് വരുമ്പോൾ ഈ 1ഉം 8നും സമാന സ്വഭാവം, അടുത്ത 15ന് അതേ സ്വഭാവം. ഇത് ആവർത്തിച്ചു വരുന്നു. അതുകൊണ്ടാണ് ആവർത്തന പട്ടികയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിനെ പട്ടികപ്പെടുത്തിയപ്പോൾ ആരോഹണ ക്രമത്തിൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയപ്പോൾ അറ്റോമിക മാസേ വന്നിട്ടുള്ളൂ, ആരോഹണമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ആര്? ഡൊബൈനർ ആണെങ്കിലും അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചത്. ന്യൂലാൻഡ്സ് ആണെങ്കിലും അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചത്. ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചത്. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഓർത്തു വെക്കുക. സിമ്പിൾ അല്ലേ? അപ്പോ അങ്ങനെ അതിന് എല്ലാ മൂലകത്തിനും, എല്ലാ 8ാമത്തെ മൂലകത്തിനും ആദ്യത്തേതിന് സമാനമായ രാസഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. എല്ലാ 8ാമത്തെ മൂലകത്തിനും ആദ്യത്തേതിന് സമാനമായ രാസഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഇതാണ് അഷ്ടക നിയമം. സ്വരങ്ങൾ പോലെ, സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ. പക്ഷേ കാൽസ്യത്തിന് ശേഷം ഈ നിയമം ബാധകമായിരുന്നില്ല. 56 മൂലകങ്ങൾക്ക് മാത്രം ബാധകം. അപ്പോഴാണ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെന്റലിയെ വരുന്നത്. ഒരു മെന്റലി, നിങ്ങൾ പറയാറില്ലേ
എന്താണ് മെന്റലിസ്റ്റ്, ഒരു മെന്റലിസ്റ്റ് എത്തുന്നത്. ആരുടെ മനസ്സിലുള്ളതും പറയും, എന്ത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കും. ഒരു മെന്റലിസ്റ്റ് വരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് മെന്റലിയേവ്. ആ മെന്റലിയേവ് നിങ്ങളുടെ ഗ്രൂപ്പിലെത്തി, അദ്ദേഹവും നിങ്ങളുടെ മിത്രമായി മാറി, ദിമിത്രി മെന്റലിയേവ്. ആ മെന്റലിയേവ് എന്താ ചെയ്തത്? അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അദ്ദേഹവും അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അദ്ദേഹവും അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചത്. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചു. 1ഉം 8ഉം മാത്രമല്ല, 2ഉം 9ഉം അങ്ങനെയാണെങ്കിൽ. ഈ രീതിയിലല്ല, ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റലിയേവ് ആവർത്തന നിയമം ആവിഷ്കരിച്ചത്. ആവർത്തന നിയമം കൊണ്ടുവരുന്നത് മെന്റലിസ്റ്റാണ്, മെന്റലിയേവ് ആണ്. ഒന്ന് ഓർത്തു വെക്കുക. നിങ്ങളുടെ മിത്രമായ പഠിപ്പിസ്റ്റായ മെന്റലീവയാണ്. മെന്റലീവേന്റെ ആവർത്തന നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. നേരത്തെ വരെ രാസഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മെന്റലിയേവ് അതിലേക്ക് ഭൗതിക ഗുണങ്ങൾ കൂടി ചേർത്തിരിക്കുകയാണ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ആദ്യം പഠിച്ചത് ആരെക്കുറിച്ചാണ്? ഓർമ്മയുണ്ടോ? ആരെക്കുറിച്ചാണ്? ലോഹം അലോഹം, ലാവോസിയെ. ലാവോസിയെ കഴിഞ്ഞാൽ നിങ്ങൾ 3ആയി. അപ്പൊ ത്രികങ്ങൾ വന്നു. ആ ത്രികങ്ങൾ വന്നുമ്പോൾ നിങ്ങൾ പോകുന്നത് ഡൊബൈനറിന് ശേഷം നിങ്ങൾ ന്യൂലാൻഡിലേക്ക് പഠിക്കാൻ പോയി. അപ്പയ്ക്ക് നിങ്ങൾ 8 ആളുകളായി. അഷ്ടക നിയമം, ഡൊബൈനറും അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. അത് കഴിഞ്ഞാൽ വരുന്നത് ആരാണ്? നിങ്ങളുടെക്ക് ഒരു മെന്റലിസ്റ്റ് വരികയാണ്, മെന്റലിയേവ്. അദ്ദേഹമാണ് ആവർത്തന നിയമം ആവിഷ്കരിക്കുന്നത്. എല്ലാ മൂലകങ്ങളുടെയും രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. ഒരല്പനേരം, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പഠനത്തിനായി നമുക്കൊരു ഫ്രീ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠനം കുറച്ചുകൂടി നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോകളൊന്നും പരതാതെ നിങ്ങൾക്കൊരു ഗൈഡ് പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നൊരു സ്ഥലം വേണം. അപ്പോൾ ഒരു ഗൈഡിനൊക്കെ നിങ്ങൾക്കറിയാം, ഈ എക്സാമുകൾക്കൊക്കെ കൂടിയിട്ടാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS, വാരിയസ് 2025 പ്രതീക്ഷിക്കാവുന്ന ഈ എല്ലാ പരീക്ഷകൾക്കുമായി ഒരൊറ്റ കോഴ്സ്, ഫുള്ള് സിലബസ്. ഇതിനൊക്കെ ഏറെക്കുറെ സമാനമായ സിലബസ് ആണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസം വരും. ആ എക്സ്ട്രാ സിലബസും ഓരോ എക്സാമിനുമായിട്ടുള്ള പ്രത്യേക സമീപനവും അതാത് എക്സാമുകൾ വരുന്ന കാലത്ത് അതെല്ലാം അടങ്ങിയ ഫുൾ സിലബസ്. ആ ഫുൾ സിലബസിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? റെക്കോർഡഡ് ക്ലാസ് കിട്ടും, ഡെയിലി എക്സാംസ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും, PDF നോട്ടുകൾ കിട്ടും. ഓക്കെ, ഒരു ഗൈഡിനോടൊപ്പം അതിൻ്റെ മുഴുവൻ വീഡിയോ ക്ലാസ്സും എന്നും ആലോചിച്ചിരിക്കുക. അതിൻ്റെ ഡെയിലി എക്സാംസ്, ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ, മോക്ക് എക്സാമുകൾ, PDF നോട്ടുകൾ, ഇതെല്ലാം ചേർന്ന് വെറും 499 രൂപയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കും. മാസത്തിനാണെങ്കിൽ 100 രൂപ. നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഒരാളുടെ സംശയം തീർത്തേ പോകും. നേരത്തെ പറഞ്ഞ ലൈവ് ക്ലാസ് ഇതിൽ പെടില്ല. ലൈവ് ക്ലാസ്സിൽ ഒരാളൊരു സംശയം ചോദിച്ചാൽ അത് തീർത്തേ പോകൂ, അയാൾക്ക് അത് ക്ലിയർ ആക്കിയിട്ടേ പോകും. അങ്ങനെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ കൂടി അടങ്ങിക്കഴിഞ്ഞാൽ 1200 രൂപ. ഓക്കെ, നിങ്ങൾക്ക് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇതുപോലെ ഒറ്റ കോഴ്സ് കിട്ടും. അവിടെയൊക്കെ തന്നെ ഇതിനേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ 1200 രൂപയ്ക്ക് ഈ ഫുള്ള് ക്ലാസ്സുകൾ, ഇത് ഫൗണ്ടേഷൻ ക്ലാസ് അല്ല, ഫുൾ ക്ലാസ്സുകളോട് കൂടിയ 1200 രൂപയ്ക്ക് നിങ്ങൾക്കത് ലഭിക്കും. അതുകൂടാതെ നമുക്ക് ഒരു ഗോൾഡൻ ബാച്ച് ഉണ്ട്. ഗോൾഡൻ ബാച്ചിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് കൃത്യമായ മെൻറ്ററിങ് കിട്ടും. കൃത്യമായ മെൻറ്ററിങ്ങോട് കൂടി നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനുള്ളത് തരും. അത് ഫോളോ അപ്പ് ഉണ്ടാവും, ദിനം പ്രതിയുള്ള മെൻറ്ററിങ്ങാണ്. അതിൽ നമുക്കൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. പഠനം നിങ്ങളെ സ്ഥിരമാക്കാൻ ദിവസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് വരും? സജഷൻസ് വരും. വെറും 100 പേർക്ക് മാത്രമാണിത്. കാരണം ഇത് ചുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 100 പേര് ആക്കി മാറ്റിയിട്ടുള്ളത്. അവർക്ക് മാത്രമുള്ള ബാച്ചാണ്. നിലവിൽ 25 കുട്ടികൾ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി 75 സ്ലോട്ടുകളാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ തുടക്കത്തിൽ കാണുന്നവർക്ക് എനിക്ക് നേരെ വാട്സപ്പ് നമ്പറിൽ താല്പര്യമുണ്ട് എന്നയക്കുക. അങ്ങനെയുള്ളവരെ മാത്രമേ അതിൽ ചേർക്കുള്ളൂ. മറ്റ് 2 കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാം. സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു തരും. പക്ഷെ അവിടെ മെൻറ്ററിങ് ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായ മെൻറ്ററിങ് ആണ്. അതിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ കൂടി ചേർന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ബാച്ചാണ് എനിക്ക്. അല്ലാതെ 100 പേർക്ക് ഒറ്റ ബാച്ചല്ല, 100 ആളുകളും ഒരു ബാച്ചായിട്ടാണ് കാണുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ
നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തരും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാവരോടൊപ്പം. അതുകൂടാതെ നിങ്ങളുടെ പഠനത്തിൽ ഞാൻ ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിന് വേണ്ടി മാത്രം ജോയിൻ ചെയ്യുന്നവർക്ക് എനിക്ക് വാട്സപ്പിൽ അയക്കണം. ഞാൻ നിങ്ങളോട് ചോദിച്ചതിനും എനിക്ക് തൃപ്തിയായാലും മാത്രമേ എൻട്രൻസ് കിട്ടുള്ളൂ. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, മറ്റ് തിരക്കുകളായിരിക്കാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇനി മെൻ്റൽ ലീവാണ്. എൻ്റെ ഈ ക്ലാസ്സുകൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും കിട്ടും. ഇതേ ക്ലാസ്സുകളാണ് 400-നും 1200-ന് ഇവിടെ സംശയം ചോദിക്കാൻ പറ്റും എന്നും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഈ 5500-ന്റെ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് 4900-നാണ് നൽകുന്നത്. അതിനും ഇതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും. അവിടെ നമ്മുടെ നേരിട്ടുള്ള മെൻറ്ററിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിച്ചിലാവാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇനി മെൻ്റൽ ലീവിൻ്റെ ആവർത്തന നിയമം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പം മെൻ്റൽ ലീവിൻ്റെ ആവർത്തന നിയമത്തിലേക്ക് നമ്മൾ എത്തി. ആദ്യത്തെ ആവർത്തന പട്ടിക അവതരിപ്പിച്ച റഷ്യക്കാരനായ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി മെൻഡലിയേവ്. ആദ്യത്തെ ആവർത്തന പട്ടികയാണ് അദ്ദേഹത്തിൻ്റെത്. ആവർത്തന പട്ടികയിലേക്ക് സംഭാവന നൽകിയ മറ്റ് ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുപിടിക്കാനിരിക്കുന്ന മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹം പ്രവചിച്ചു. അപ്പോൾ ലാവോസിയർ ലോഹം അലോഹം, അത് കഴിഞ്ഞാൽ ഡൊബൈനർ ത്രികം, നിങ്ങളുടെ 3 ഗ്രൂപ്പ് ഡോ ബൈ. അത് കഴിഞ്ഞാൽ അഷ്ടക നിയമം, 8 ആളായി നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി, ന്യൂലാൻഡ്സ്. ആര് തൊട്ടിട്ട് ഡൊബൈനറും ന്യൂലാൻഡ്സും ഒക്കെ അറ്റോമിക മാസിന്റെ അവരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. ഇനി ഏതാ ദിമിത്രി മെൻഡലിയേവ് വരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെന്റലിസ്റ്റ് വരികയാണ്. അദ്ദേഹവും അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് 63 മൂലകങ്ങളെയാണ് ക്രമീകരിച്ചത്. ഓരോ മൂലകത്തിന്റെയും രാസഭൗതിക ഗുണങ്ങൾ അറ്റോമിക മാസത്തിന്റെ ആവർത്തന ഫലമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതാണ് ആവർത്തന നിയമം. അദ്ദേഹത്തിന്റെ പേരിൽ ആണ് 101ാമത്തെ മൂലകം മെന്റലീവിയം. അതും കൂടി ഓർത്തു വെക്കുക. ഇനി ചോദ്യങ്ങളിലേക്ക് ചിലത് പോയോക്കൂ. മെന്റലീവിയന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇതുവരെ അറ്റോമിക മാസേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറ്റോമിക മാസം എന്ന് ഓർത്തു വെച്ചു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നതിൽ മുഴുവൻ ഞാൻ ആരോഹണ ക്രമമേ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയില്ലേ മാർക്ക്? എവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. യെസ്, അടുത്ത ഭാഗത്തേക്ക് പോകാം. ആധുനിക ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടികയിലേക്ക് വരുമ്പോൾ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് മെന്റലിയേവാണ്. ആധുനിക ആവർത്തന പട്ടികയെ വരുമ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു മോസ്ലി വരികയാണ്. മോസ്റ്റ് ടൈം ലേൺ ചെയ്യുക. എങ്ങനെ? ക്വാളിറ്റി ലേൺ ചെയ്യുക. മോസ്റ്റ് ടൈമും ക്വാളിറ്റിയായി ലേൺ ചെയ്യുക. സ്മാർട്ട് വർക്കാണ് മോസ്ലിയുടെ പ്രത്യേകത. മോസ്ലി അതോടുകൂടി നിങ്ങളുടെ പഠനം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ലഭ്യമായ സമയം, ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ പണിയുണ്ട്, പക്ഷെ ലഭ്യമായ സമയം അത് മോസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കും. അതല്ല വെറുതെ ഇരിക്കുകയാണെങ്കിലും അത് മോസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. മോസ്റ്റ്ലി, മോസ്റ്റ് ലേണിംഗ് എന്നോർക്കുക. അങ്ങനത്തെ ഒരു മിടുമിടുക്കം വരികയാണ്. അതാണ് ആധുനികം. അദ്ദേഹത്തിന്റെ പ്രത്യേകത അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടി നോക്കണം, വെറുതെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കരുത്. മൂലകങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിന്റെ അറ്റോമിക സംഖ്യയാണ്, അല്ലാതെ അറ്റോമിക മാസ് അല്ല. അതുകൊണ്ട് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ, അതും എന്തെന്നെ ആരോഹണ ക്രമത്തിൽ. അതുകൊണ്ട് മോസ്ലിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഇതാണ് ആധുനിക ആവർത്തന പട്ടിക. അപ്പൊ മോസ്ലിയുമായല്ലോ, ശാസ്ത്രജ്ഞന്മാരുടെ പേര് കഴിഞ്ഞു. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലമാണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ജോഡി ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുത്തെഴുതുക. എനിക്കറിയാൻ ഇനി നിങ്ങൾക്ക് സാധിക്കുമെന്ന്. ത്രികങ്ങൾ 3 ഡോ ബൈ 3 ഗ്രൂപ്പിൽ. അപ്പം മെന്റലിയേവല്ല, തെറ്റ്. അഷ്ടക നിയമം, അഷ്ടകം 8, 8ാമത്തെ ഗ്രൂപ്പിൽ വന്നത് മെന്റലിയേവ, ഇതും പോയി. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ന്യൂലാൻഡ്സ്, അത് ശരിയാണ്, അത് അറ്റോമിക ഭാരമാണ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ അതാരാണ്? ഡൊബറൈനർ ആണ്. അപ്പൊ ഇവിടെ ശരിയല്ല. ഇനി നമുക്കൊന്ന് നോക്കാം. ത്രികങ്ങൾ ആരാ? 1. ത്രികങ്ങൾ ആരാണ്? ത്രികങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഡൊബൈനർ ആണ്. ഡൊബൈനർ എവിടെയാണ് വരുന്നത്? 4. 1-ന് 4 വേണം. ഓപ്ഷനിൽ നോക്കി, 1-ൽ 4 എവിടെ? ഇതാ കിടക്കുന്ന ഒരൊറ്റ ഓപ്ഷൻ. ഒരാളെ പിടിച്ചപ്പോഴേക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി. ഇത്രയുള്ളൂ പ്രസ്താവന ടൈപ്പ് ചോദ്യം. ഒരാളെ കണ്ടപ്പോഴേക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റി. യെസ്, എവിടെ വിഷമം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂലകങ്ങളെ അവയുടെ
അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത്? നമ്മുടെ പ്ലാൻ മാറ്റിയത് ആരാ? ഏറ്റവും അവസാനം വന്ന ആള്. അയാളുടെ പേരെന്താ? മോസ്ലി. കഴിഞ്ഞു. ഉത്തരമായില്ലേ? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് കറക്റ്റാണ്, മോസ്ലിയാണ്, മോസ്റ്റ് ലേണിംഗ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവല്ല, ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവാണ് മെൻഡലിയേവ്. അപ്പൊ ഇത് തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് വന്ന ആള് മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, പക്ഷേ ആരോഹണ ക്രമത്തിലാണ്. അതുവരെയുള്ളത് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇവിടെ അറ്റോമിക മാസ് വന്നുകൊണ്ട് തെറ്റി. അപ്പൊ ഇത് രണ്ടും ശരി. 1ഉം 3ഉമാണ് ശരി. ശരിയല്ലാത്തതാണ് ചോദിച്ചുള്ളത്. അപ്പൊ 2ഉം 4ഉം. അതുകൊണ്ട് ബി ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അവിടെ ബി ആണ് ആൻസർ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇനി നമുക്ക് സംശയമില്ല, മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഒക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാ. കിട്ടിയില്ലേ? താഴെ പറയുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടിക നമുക്കറിയാം അറ്റോമിക നമ്പറാണ്. മൂലക വർഗീകരണത്തിന്റെ സമഗ്രമായ ഉപാധിയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയെ. 1750 30 മൂലകങ്ങളെയും ലോഹങ്ങളെയും വർഗീകരിച്ചു. ഓക്കെ, പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. പീരിയോഡിക് ടേബിളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. വീണ്ടും നമുക്ക് മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗ്രൂപ്പിൽ ചേരുക. അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാവും നാളത്തെ ക്ലാസ് ഏതാണ്, ഇന്നലത്തേതിൽ നിന്നുള്ള എക്സാമും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.